ഹായ് ഹലോ നമസ്കാരം. സജീന വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോയും ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ എന്ത് അഭിപ്രായം വേണമെങ്കിലും കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ട് ഇതിനെക്കുറിച്ച് ഇതൊന്ന് അന്വേഷിച്ചിട്ട് ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്ന ഉടനെ അല്ലെങ്കിൽ ആ റിയാക്ഷൻ വീഡിയോ കണ്ട ഉടനെ നമുക്കത് ചെയ്യാൻ ഇച്ചിരിയെങ്കിലും സത്യാവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കണം. വെറുതെ കയറി എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേണ്ടപ്പെട്ടവരെ വിളിച്ച് അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറിയൊരു പാർട്ട് ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ബാക്കി ഞാൻ പറയാം. രേണു സുധിയുടെ ആർമി എന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് പലയിടത്തുനിന്ന് വിളിപ്പിച്ചിട്ട് തെറി വിളിക്കുകയാണ്. എനിക്ക് ഭയമുണ്ട്, നല്ല പേടിയുണ്ട്. എന്തിനു പേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിൻപിൽ ആൾക്കാരുണ്ട്, നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവർ ബിഗ് ബോസിൽ പോയതിനു ശേഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ ഭീകരമായിട്ടുള്ള വലിയ അജാനുബാഹുക്കളായ മനുഷ്യരായി വരുന്നത്. ഇവർ അടിക്കാൻ വേണ്ടി ആരോ പറഞ്ഞു വിട്ടതായിട്ടൊക്കെയുള്ള വിവരങ്ങൾ. ആ സ്ഥിതിക്ക് എന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനോ എന്റെ ജീവനെ തന്നെ അപായപ്പെടുത്താനായിട്ടോ ഇവർ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ഇതെല്ലാം നിർത്തിക്കണമെന്നാണ് പറഞ്ഞത്. നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞു. എന്നെ വ്യക്തിഹത്യ ചെയ്തു. അതൊരു ചെറിയ കാര്യമല്ലോ. ഇവരെന്ന് ഈ പ്രോപ്പർട്ടിക്കകത്ത് വന്നു, അതിനുശേഷം ഒരു സെന്റ് സ്ഥലം ആരും വാങ്ങാൻ വന്നിട്ടില്ല. ഞാൻ ആ കുപ്പായത്തെ ബഹുമാനിച്ചൊന്നും പറയുന്നില്ലെന്ന് പറയുമ്പോൾ എത്രമാത്രം അവരെന്നെ കല്ലെടുത്ത് എറിഞ്ഞ പോലെ അവർ സംസാരിച്ചത്. ഈ തങ്കച്ചന്റെ പേരിലും ഈ രേണു സുധിയുടെ പേരിലും കേസ് ഫയൽ ചെയ്യാൻ എനിക്ക് മാർഗമുള്ളൂ. നല്ല കേട്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനാ തോന്നുന്നത്. രേണു സുധിയുടെ ആർമിക്കാര് ഇന്റർനാഷണൽ ലെവൽ വരെ പോയിരിക്കുന്നു. രേണുസുധി കൊച്ചു പുള്ളിയൊന്നും അല്ല കേട്ടോ. ഇന്റർനാഷണൽ കോളിൽ നിന്ന് വിളിച്ചിട്ട് ഈ അച്ഛനെ ഭീഷണിപ്പെടുത്തിയെന്ന്. പിന്നെ ഈ അച്ഛൻ നേരിട്ട് കണ്ടെന്ന് ആചാനുഭാവുക്കളായ മല്ലന്മാർ അച്ഛനെ കൊല്ലാനായിട്ട് ആ വീടിന് ചുറ്റുവിട്ട് ഓട്ടിച്ചെന്ന്. എൻ്റെ പൊന്നു ഫാദറെ, ഒരല്പമെങ്കിലും ഒരു സ്വല്പമെങ്കിലും ഒരു ബുദ്ധിയോ ഒരു വിവേകത്തോടു കൂടി ചിന്തിച്ചാൽ ഇങ്ങനെ ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ പ്രാപ്തിയോ അവർക്കുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ സ്വന്തം ഒരു അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ ഈ ലോകത്ത് ഇതുപോലെ ഒരു ദാനം കൊടുത്ത് നാണം കെടുത്തുന്നതും ദാനം മേടിച്ച് സ്വയം നാണം അനുഭവിക്കുന്നതുമായ വ്യക്തികളെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൽ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ രേണുവിൻ്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്താണ് ചേച്ചി കാര്യം, ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞു. ആ ചേച്ചി പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഇവരുടെ ഒരു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫാമിലി ഫ്രണ്ടാണ്. അവർ മുമ്പ് താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൻ്റെ ആ പരിസരത്ത് അങ്ങോട്ടുള്ളവരായിരുന്നു. അപ്പോൾ അവർ ഈ ചങ്ങനാശ്ശേരിയിൽ ഇവിടോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇവരിവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് ഇവരെ കാണാനായിട്ട്, അതായത് അവരുടെ ഫാമിലി ഫുള്ളും ഉണ്ട്, ഒരാൾ മാത്രമല്ല ഫാമിലി ഫുള്ളും, ഭാര്യയും ഭർത്താവും മക്കളും അച്ഛനും അമ്മയും, അവർ ഇത്രയും പേരും കൂടി ഇവരെ കാണാൻ ഒരു ദിവസം അവിടെ ചെന്നെന്ന്. ഇവരെ കാണാനായിട്ട് ഇവരെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് കാറിൽ അവിടെ ചെന്ന് കാണാൻ. ഇതാണ് യഥാർത്ഥ സംഭവം. അപ്പോൾ അവരൊരു ദാനം വസ്തു കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടോ ദാനമായിട്ട് ഒരു വീട് വെച്ച് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ടോ നമ്മളിൽപ്പെട്ട ബന്ധുക്കളോ നമ്മളുടെ ഫ്രണ്ട്സോ വേറെ ഒരു മനുഷ്യരും ആ വീട്ടിൽ വരാനോ സഹകരിക്കാനോ പാടില്ല. അപ്പോൾ ഇവർ വന്ന സന്ധ്യയ്ക്ക് അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞിട്ട് ഇവർ ആ കുശലങ്ങൾ ചോദിക്കാൻ പറയുകയും ചെയ്തിട്ട് ഇവർ അതേ കണക്ക് ഇവരങ്ങ് തിരിച്ചു പോയി. അപ്പം നമുക്ക് ഒരു വീട് ഒരാൾ തന്നെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാവരെയും ബാക്കിയുള്ള എല്ലാവരെയും അങ്ങ് കളഞ്ഞിട്ട് നമ്മൾ മാത്രം അവിടെ താമസിക്കാൻ പാടുള്ളൂ, അവർ പറഞ്ഞ ചിട്ടേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതൊന്നും ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പം അതിന് ആ ഒരു ഫ്രണ്ട് അവരെ കാണാൻ വന്നെന്നും പറഞ്ഞുകൊണ്ട് എന്തുമാത്രം ഹൈയിലാണ് ഈ അച്ഛൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. ബിഗ് ബോസിൽ പോയതിന് ശേഷമാണ് ഈ അച്ഛന് കൊട്ടേഷൻ കൊടുത്തതെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ പറയുന്നതിനകത്ത് തന്നെ എന്തെങ്കിലും ലോജിക്കുണ്ടോ? പുറലോകമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരു വ്യക്തി പോയിട്ട് ഇപ്പം 15 ദിവസം അങ്ങോട്ട് ആവാൻ പോന്നു. 15 ദിവസം അങ്ങോട്ട് ആവാൻ പോന്നു. അതിനകത്ത് ചെന്ന രേണു ഇന്റർനാഷണൽ ലെവലിൽ കോള് വിളിച്ച് അച്ഛനെ ഭീഷണിപ്പെടുത്തി വകവരുത്തുമെന്നൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവേ ഇതിനകത്ത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യം. അല്ലെങ്കിൽ തന്നെ ഈ ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്, അവരെ വീടുമായിട്ട് സഹകരിച്ച് അവരെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അന്നേരം മനസ്സിലാവും ഇവർ എന്താണ് ഏതാണെന്നുള്ള. ഈ കുറേ എണ്ണ ഇങ്ങനെ അങ്ങ് പറഞ്ഞ് എന്തൊക്കെ ഒരു ബ്ലോഗറാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിനെ കയറി ഇങ്ങനെ അങ്ങ് പറയാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഈ അനുവദിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. ഇപ്പം ഓരോരുത്തർമാർക്ക് ഓരോ കേസുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ. മിക്കവാറും ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഈ ചാനൽ എന്ന് പറയുന്ന ഒരു സംഗതി ഇങ്ങനെ ഓരോരുത്തരെ എടുത്തിട്ട് ആലക്കി മേടിക്കുന്നത് ഇത് ഉടനെ അങ്ങ് നിൽക്കാനാണ്.
എന്ത് ഒരു മര്യാദയില്ല. ഇത് ഇന്നോ ഇന്നലെ അങ്ങനെ തുടങ്ങിയതാണോ? എന്ത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റം 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 കുറ്റം. ഒരു ദാനം കിട്ടിയ ഒരു വീട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്, ദാനം 2-3 സെന്റ് 5 സെന്റ് സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടിമയായിട്ട് കിടക്കണോ? ഇവർ ഈ നന്ദി പ്രകടിപ്പിക്കണമെന്ന് ഇവർ പറയുന്നത് ഇവർ ഏത് അർത്ഥത്തിലാണ് ഇവർ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? അതും കൂടെ ഒന്ന് പറ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഇവർ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? നിങ്ങളടുത്ത് വീട് ചോരുന്നപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ഇതിന് ഒരു 2-3 വീടിന് മുമ്പ് ഒരു വീട് ഇട്ടിട്ടുണ്ട്. ഈ വീട് വെച്ച് കൊടുത്ത ആളിന്റെ മഹത്തരം, അതായത് കോൺട്രാക്ട് വ്യവസ്ഥയിൽ കാശുള്ള ഒരു പാർട്ടി കോൺട്രാക്ട് വ്യവസ്ഥയിൽ വീട് വയ്ക്കാൻ കൊടുത്തിട്ട് അവർക്ക് പറ്റിയ ചതികളായിരുന്നു ആ വോയിസ് മൊത്തം. എനിക്ക് അയച്ചെന്ന വോയിസ് ആണത്. ഞാൻ അതേപോലെ ഞാൻ ഇട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങ് ഇവർ പറയുന്ന മാത്രം കുറ്റം, ബാക്കി എല്ലാം അങ്ങ് പെർഫെക്റ്റ്. ദാനം കിട്ടിയ പശുവിൻ്റെ വാ തുറന്ന് നോക്കുന്നു, മടി പിടിച്ച് നോക്കുന്നു, അങ്ങനൊന്നും പറയണ്ട. ഇപ്പം നമുക്ക് തന്നത് കൊള്ളത്തില്ല തന്നെ. ദാനം കിട്ടി കുറച്ച് ചോറ്, ആളിഞ്ഞ ചോറ്, പുഴുഞ്ഞുളയ്ക്കുന്ന ഒരു ചോറ് നമ്മളെ മുമ്പിൽ കൊണ്ടുവച്ചെന്ന്, വിശന്നിരിക്കുമോ ദാനം കിട്ടിയതെന്ന് പറഞ്ഞ് തിന്നുപോകും. ഈ പറയുന്ന ഏവന്മാരെങ്കിലും കഴിക്കുമോ? അത് അപ്പടി എടുത്ത് കുപ്പത്തൊട്ട് കളയത്തേ ഉള്ളൂ. അപ്പോൾ അതാ പറഞ്ഞ, ദാനം കിട്ടുന്നതാണെങ്കിൽ തന്നെയും അതിനകത്തൊരു മാന്യതയുണ്ട്. ഇപ്പൊ വിശന്ന് ചാവറ കിടക്കുന്ന വിചാരിച്ചോ, കൊണ്ട് കൊടുത്ത് ആരെങ്കിലും കഴിക്കുമോ? അത് ദാനം കിട്ടിയതാ, പുഴുത്ത ചോറ് കൊണ്ട് കൊടുത്ത് ആരെങ്കിലും കഴിക്കുമോ? ആരും കഴിക്കത്തില്ല. അത് ആ ഉദാഹരണം തന്നെയാണ് ഇതിനും. അപ്പോൾ ഇതിന് അതിന് പ്രത്യേകത ഒന്നുമില്ല. ഒറ്റ കാറ്റഗറി തന്നെ ഉൾപ്പെടുത്താം. എൻ്റെ ലൈഫിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പൊന്നി, ഇത് ദാനം കൊടുത്തിട്ട് നാണം കെടുത്തുനിന്ന് ദാനം മേടിച്ചിട്ട് സ്വയം നാണം കെട്ടുകൊണ്ട് നിൽക്കുന്നു. എന്തൊരു ലോകം! ഈ ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കുന്ന അവർക്ക് വെറും നിർദ്ദര് ആകെ. പിന്നെ ഈ എടുക്കുകയൊക്കെ ചെയ്യുന്നവൻ്റെയൊക്കെ പിന്നെ കയ്യുക്കുള്ള ഒരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഒരു സഹോദരൻ ഇവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരാരും ഇങ്ങനെ കിടന്ന് ചിലക്കത്തില്ലായിരുന്നു. ഒരു മനുഷ്യർ ഇത്രയും പോത്തില്ല. അത് ഒരു നിരാലംബ 2 പെങ്കൊച്ചുങ്ങൾ, ഒരു പാവം പിടിച്ച ഒരു അച്ഛനും അമ്മയും, അവരെ ഇട്ടങ്ങ് ജീവിക്കുന്നു ലൈഫ് ലോങ് ജീവിച്ച്. പക്ഷേ അതൊക്കെ എവിടെ ചെന്ന് എത്താൻ, എവിടെ നമ്മൾ കിടന്ന് ഓടിയാലും എന്തൊക്കെ ചെയ്താലും താഴെ വന്ന് സമ്മാനം മേടിക്കാൻ പറ്റൂ എന്ന് പറയുന്നത് കണക്ക് ദൈവം എന്ന് പറയുന്നതിൻ്റെ ഒരു കോടതി നമ്മൾ ചെന്ന് നിന്ന് കൊടുത്തേ പറ്റൂ. ഇതിനൊക്കെ എണ്ണി നമ്മളെ അനുഭവിക്കും. ഓരോരുത്തന്മാരും ഓരോന്ന് കിടന്ന് കാണിച്ചിട്ട് ഇപ്പോൾ 8ന്റെ പണിയായിട്ടൊക്കെ ഇരിക്കുന്ന കണ്ട ആ വീട് ഞാൻ ഇടാം. ഇപ്പം ഞാൻ കുറച്ചായിട്ടൊന്ന് ആദ്യം ഞാൻ വിശദമായിട്ട് പറഞ്ഞത്, എനിക്ക് അതിൻ്റെ മാത്രം ഒരു വീട് ഇടണം. ആ പണി കിട്ടിയവന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക്, ആ തെളിവ് സഹിതം എനിക്ക് കിട്ടണം. എന്നാലേ എൻ്റെ മനസ്സിനൊരു സമാധാനമാകത്തുള്ളൂ. കാരണം സത്യം എന്ന് പറയുന്നത് ഇന്നല്ല നാളെ ആയാലും മറന്നിക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ അച്ഛനെ കൊല്ലാൻ വന്ന മല്ലയ്യ ബാക്കി കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് അതിൻ്റെ ബാക്കി റിയാക്ഷൻ ഞാൻ പറയാം. ഓക്കെ, വ്യക്തിഹത്യ ചെയ്തു, അതൊരു ചെറിയ കാര്യമല്ലോ. അത് സത്യമാണ്. വ്യക്തിഹത്യ എന്ന് പറയുന്നത് മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്, നമ്മളെ ആകെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് ഈ വ്യക്തിഹത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പൊന്ന് അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചോട്ടെ, ഈ വ്യക്തിഹത്യ എന്ന് പറയുന്നത് താങ്കളെപ്പോലുള്ളവർക്ക് മാത്രമേ ഉള്ളൂ, അതോ ഈ തങ്കച്ചനെ പോലെയുള്ള ആൾക്കാർക്കും ഉണ്ടോ വ്യക്തിഹത്യ? അല്ല, അച്ഛൻ ഇപ്പോൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒരു കുടുംബത്തെ മുഴുവൻ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വയം ഏൽക്കുമ്പം അത് വേദനിക്കുകയും മറ്റുള്ളവർക്ക് അത് വേദനിക്കുന്നോ ഇല്ലയോ എന്നറിയാതെ അവരെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. അത് നല്ല ന്യായം. ഇനി ബാക്കിയും കൂടെ അച്ഛൻ്റെ വായിന്ന് പോരട്ടെ, ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. ഇവരെന്നീ പ്രോപ്പർട്ടിക്കകത്ത് വന്നു. സത്യം, അന്ന് തുടങ്ങി ആ കുടുംബത്തിന്റെ കഷ്ടകാലം പറയാതിരിക്കാൻ പറ്റത്തില്ലേ? എന്ന് ആ പ്രോപ്പർട്ടിക്കകത്ത് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങി അവരുടെ ദുരിത ജീവിതം. സത്യം. ഞാൻ ആ കുപ്പായത്തെ ബഹുമാനിച്ചൊന്നും പറയുന്നില്ലെന്ന് പറയുമ്പോ എൻ്റെ പൊന്നച്ചോ, ഇനി ഈ കുപ്പായത്തെ ബഹുമാനിച്ച് ഇനി എന്തോ അച്ഛൻ പറയാനാ? 2 ജന്മം തീർന്നാലും അനുഭവിച്ച് തീരാൻ പറ്റാത്ത പാപം അച്ഛൻ ഈ കുപ്പായിട്ടുണ്ട് ഇപ്പം ഇരുന്ന് ഈ പറയുന്നത്. കുപ്പായത്തെ മാനിച്ചിട്ടുള്ള ഒരാളാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത്. അല്ലച്ചോ, 2 ജന്മത്തെ തീർക്കാനുള്ള പാവം അച്ഛൻ ഈ കുപ്പായിട്ടുണ്ട് ഇപ്പൊ ഇരുന്ന് ഈ പറയുന്നത്. ഭീകരമായിട്ടുള്ള വലിയ അജാനുബാഹുക്കളായ മനുഷ്യരായി വരുന്നത്. ശരിയാ, ചിലപ്പോ ഇല്ല അത്ഭുത ദ്വീപ് സിനിമയിൽ അഭിനയിച്ച നരഭോജികളില്ലേ, അവരെക്കായിരിക്കും ഈ രേണു കൊട്ടേഷൻ കൊടുത്തത് അച്ഛനെ പണിയാൻ. അത്രയ്ക്ക് ആജാനുബാഹു ആവണമെങ്കിൽ ആ നരഭോജികൾ തന്നെയാ. രേണു, നീ ഇത്രയ്ക്ക് പിടിപാടുള്ള ആളായിരുന്നില്ലേ, ഞാൻ പോലും അറിഞ്ഞില്ല. എൻ്റെ പൊന്നേ, നമോ ഭാഗം. ഇവരെന്നീ പ്രോപ്പർട്ടിക്കകത്ത് വന്നു, അതിനുശേഷം 1 സെന്റ് സ്ഥലം ആരും വാങ്ങാൻ വന്നിട്ടില്ല. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അച്ചോ, അപ്പൊ അച്ഛൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇവർക്ക് ഈ സ്ഥലം കൊടുക്കുമ്പോൾ വസ്തു കച്ചവടത്തിന്റെ മുന്നോടിയായിട്ടായിരുന്നു അവർക്ക് ഈ സ്ഥലം കൊടുത്തത്. അല്ല, അതുവരെ വസ്തു കച്ചവടം ഒന്നും ഇല്ലാതെ കിടന്നൊരു വസ്തു ആയിരുന്നല്ലോ. അപ്പോൾ ഇന്നൊരാൾക്ക് ഒരു ദാനം കൊടുക്കുമ്പോൾ അതുവഴി കുറേ ഫെയിമാവും ഈ സ്ഥലത്തെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും. അപ്പം അതായിരുന്നു അച്ഛൻ്റെ ഉള്ളിൽ ഇവർക്ക് ഇത് ദാനം കൊടുക്കുമ്പോൾ. അപ്പം അത് കഴിഞ്ഞിട്ട് 1 സെന്റ് സ്ഥലം പോലും വിൽപ്പനയ്ക്ക് പോയില്ലെന്ന്. എങ്ങനെ വിൽക്കും? നല്ല ഐശ്വര്യമുള്ള സ്ഥലമല്ലേ, അച്ഛൻ തന്നെ പറഞ്ഞു വരുത്തല്ലേ. കാരണം ആ വസ്തുവിനകത്ത് വന്നതിന് ശേഷം അവർക്കുണ്ടായ വെച്ചടി കയറ്റങ്ങളൊക്കെ. അപ്പോൾ ഇത് ലോകം മൊത്തം കണ്ടോണ്ടിരിക്കുമല്ലേ എൻ്റെ പൊന്നച്ചോ.
അപ്പോൾ അവർ മനസ്സിൽ കരുതും ഇതേണക്കൊരു പ്രോപ്പർട്ടി നമ്മൾ ചെന്ന് വസ്തു മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെടും. അത്രയ്ക്ക് നല്ല ഐശ്വര്യ സമ്പൂർണ്ണമായ സ്ഥലമാണത്. അപ്പോൾ താമസിച്ചവരുടെ അവസ്ഥ കണ്ടില്ലേ, ആ വസ്തുവിനകത്ത് വന്ന് താമസിച്ചവരുടെ അവസ്ഥ അന്ന് മുതൽ കണ്ടില്ലേ. അത് ഈ പറഞ്ഞല്ലേ ഏറ്റവും ഇസഡ് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ വസ്തുവിനകത്ത് താമസിക്കാൻ വന്നവരുടെ ജീവിത ദുരിതം ഇപ്പോൾ അച്ഛനും വന്ന് ഇന്ന് പ്രസംഗിക്കുന്നുണ്ട്. ആ വസ്തുവിനകത്ത് വന്നതിന് ശേഷം 1 സെന്റ് സ്ഥലം പോലും പോകുന്നില്ല, അവർ അത് ചെയ്തു ഇത് ചെയ്തു മറ്റേത് ചെയ്യുന്നു മറിച്ച് ചെയ്യുന്നു, കൊട്ടേഷൻ കൊടുക്കുന്നു, ടീമിന് കൊടുക്കുന്നു. അപ്പോൾ ആ വസ്തുവിൻ്റെ ദോഷം ആയിക്കോട്ടെ അച്ഛൻ അവരിങ്ങനെ കിടന്ന് അനുഭവിക്കുന്നത്. അങ്ങനെ ആൾക്കാർ ചിന്തിച്ചാലോ? ഈ വാസ്തു എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ് അച്ഛോ, അതൊന്നും അച്ഛൻ അറിയത്തില്ലേ? അപ്പം അച്ഛൻ ഈ പറയുന്ന കണക്ക് വസ്തു കച്ചവടം നടക്കാൻ വേണ്ടി അച്ഛൻ ഇപ്പം ഇങ്ങനെ പറഞ്ഞാലും ഇതും പോകുന്നത് നെഗറ്റീവിലോട്ടാണ്. വാസ്തു ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചിന്തിക്കും, ശരിയാ ആ വസ്തുവിനെ താമസിന് എന്നതിന് ശേഷം ആ പെണ്ണിന് ദുരിതം തന്നെ ദുരിതം. ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിൽ ആ കുടുംബം മൊത്തം ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മളും ചെന്ന് അതിനകത്ത് തലവെച്ച് കൊടുക്കണോ എന്ന ആൾക്കാർ ചിന്തിക്കും. അച്ഛന് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ഇത് ചെയ്തത്? അവർക്ക് ദാനം അച്ഛൻ കൊടുക്കുമ്പോഴും അച്ഛൻ്റെ ഉദ്ദേശം എന്താ? ഇതുവഴി 10 ആൾ അറിയുക, പത്രത്തിൽ പരസ്യം വരിക, സോഷ്യൽ മീഡിയ വഴി വൈറലാവുക, ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുക, വാങ്ങാൻ ആൾക്കാർ വരിക, ഈ കച്ചവടം വസ്തു വിറ്റ് പോവുക. ഇതൊക്കെ ആയിരുന്നല്ലോ അച്ഛൻ്റെയും മൈൻഡിലുണ്ടായിരുന്ന ലക്ഷ്യം. പക്ഷെ അത് ചിന്തിക്കണം അച്ഛോ, ഇതൊക്കെ ചിന്തിക്കണം. ഞാനിപ്പോൾ അച്ഛനത് എപ്പോഴെങ്കിലും ഇതൊന്ന് എൻ്റെ വീഡിയോ കാണാൻ കഴിയുമെങ്കിൽ അച്ഛനും കൂടെ ഒന്ന് ചിന്തിക്കണം. കാരണം ഒരു വസ്തുവിനകത്ത് വന്ന് കയറിക്കഴിഞ്ഞാൽ അവർ അനുഭവിക്കാൻ തുടങ്ങിയ ദുരിതം ആ വസ്തുവിൻ്റെ ദോഷമായിക്കൂടെ? പിന്നെ എങ്ങനെ അവൾ വന്നതുകൊണ്ടാണ് വസ്തു കച്ചവടം നടക്കാതെ പോയെന്ന് പറയുന്നത്? അവിടെ വന്നതിന് ശേഷം ഒരു നല്ലത് അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ആരുടെയൊക്കെ പുണ്യം ദൈവത്തിൻ്റെ ചെറിയ അനുഗ്രഹമൊക്കെ ഉള്ളത് കൊണ്ട് ആ നീന്തിയും തുടിച്ചുമൊക്കെ അവർ കഴിഞ്ഞു പോകുന്നു. എങ്കിലും അപവാദത്തിനും അപമാനത്തിനും എന്തെങ്കിലും കുറവുണ്ടോ ആ വസ്തുവിനകത്ത് വന്നതിന് ശേഷം? ചിന്തിക്കുന്ന ആൾക്കാരുണ്ടേ. നമ്മളൊക്കെ നോക്കും, നമ്മൾ ഒരു വസ്തു മേടിച്ചു കഴിഞ്ഞാൽ വസ്തു എങ്ങനെയുള്ളതാണ് എന്നൊക്കെ നമ്മൾ നോക്കും. കാരണം വസ്തു വീടും എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് കൊണ്ടുപോകേണ്ടുന്ന നമ്മുടെ ജീവന തുല്യമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സാധനം തന്നെയാണ് ഈ വീടും വസ്തു എന്നൊക്കെ പറയുന്നത്. അതിലാണ് നമ്മുടെ ഐശ്വര്യമായാലും ഐശ്വര്യക്കേടായാലും എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്വഭാവമായി ഒരു സ്വഭാവക്കേടും ഇല്ല രേണുസുതിക്ക്. ഞാൻ കണ്ടതിലും അറിഞ്ഞതിലും വെച്ച് ഒരു സ്വഭാവക്കേടും ഇല്ല. ഇപ്പോൾ ഈ സുചേട്ടൻ മരിച്ചത് കൊണ്ട് തന്നെ ഇത്രയൊക്കെ ഇങ്ങനെ അറിയാൻ പേര് വരെ ഒക്കെ ചെയ്തു. ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അറിയുമോ? ഒരു ഉണ്ടയും ആരും അറിയാൻ പോകുന്നില്ല. പിന്നെ അച്ഛൻ്റെ ഈ സ്ഥലത്തോട്ട് കൊല്ലത്തുനിന്ന് വന്ന ഞാൻ ചങ്ങനാശ്ശേരി വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനകത്ത് നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് 15 രൂപ പോയിന്റിലാണ് തെങ്ങറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങുന്നത്. അവിടം വരെ ഉള്ളൂ ബസ് റൂട്ട്. പിന്നെ ആ തെങ്ങറ എന്ന് പറഞ്ഞ ബസ് റൂട്ടുള്ള ജംഗ്ഷനിൽ നിന്ന് ഈ രേണുസുതി താമസിക്കുന്ന സ്ഥലം വരെ എത്തണമെങ്കിൽ 180 രൂപ ഓട്ടോ ചാർജ്. അപ്പം എന്തുമാത്രം ദൂരം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വന്നതാണ്, ഞാൻ കണ്ട കാര്യവും എനിക്ക് മനസ്സിലായ കാര്യവും ഞാൻ ഈ പറയുന്നത്. അപ്പം അച്ഛൻ ഇത്രയും പറഞ്ഞല്ലോ, രേണു വന്നതിന് ശേഷം 1 സെന്റ് സ്ഥലം പോലും കച്ചവടം നടന്നില്ല എന്ന്. അതുകൊണ്ട് പറയുക ഇങ്ങനെ പല കാരണങ്ങളുണ്ടോ? അല്ല രേണുസുതി മഞ്ഞൾ കൊണ്ടൊന്നും അല്ല കച്ചവടം നടക്കാത്ത. ഈ ലോഹയൊക്കെ വലിച്ചു കയറ്റി ഇട്ടിട്ട് അച്ഛൻ എന്ത് ഈ പറയുന്നത്? അച്ഛൻ ഏത് പള്ളിയിൽ അച്ഛൻ എന്തൊരച്ഛനാച്ചോ? ഒരച്ഛന്മാർ പറയാൻ പറ്റുന്ന വാക്കുകളാണ് അച്ഛൻ ഇരുന്ന് ഈ പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് തെങ്ങറയിൽ നിന്ന് രേണുവിൻ്റെ വീട് വരെ എത്തുന്നതിന് 180 രൂപ ഓട്ടോ ചാർജ്. 2 വീലറോ 4 വീലറോ 3 വീലറോ ഒന്നുമില്ലാത്ത പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ അവിടെ ഒന്ന് വസ്തു മേടിച്ചു വെച്ചോ? അവരെങ്ങനെ പോകും? ഇത്രയും ദൂരം നടന്നു പോകാൻ പറ്റുമോ? ഓട്ടോയിലല്ലേ പോകാൻ പറ്റൂ. ഈ ഡെയിലി ഡെയിലി ഒരു ജോലിക്ക് പോയിട്ട് തിരിച്ച് വരുന്നൊരു വ്യക്തിയാണെങ്കിൽ 180 എത്ര രൂപ അയച്ചൊരു ഓട്ടോ ചാർജ് മാത്രം? 360 രൂപ. അവർക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ 500 രൂപ ആയിരിക്കും കൂലി, ആ ഒരു ദിവസത്തെ കൂലി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ഛൻ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. അപ്പം അച്ഛൻ ഇരുന്നുകൊണ്ട് അങ്ങ് പറയരുത് രേണുസുതി വന്നതിന് ശേഷം അവിടെ 1 സെന്റ് സ്ഥലം പോലും കച്ചവടം ഇട്ടില്ല. അവിടെ രേണുസുതി എന്തോ ചെയ്യുന്നു? അവരതിനകത്ത് വന്നതേ അബദ്ധം, വന്നതേ കഷ്ടകാലം എന്ന് പറഞ്ഞിവിടെ നെഞ്ചത്തടിച്ച് കരഞ്ഞ് ഓരോന്നും ചിന്തിക്കുന്ന ആ കുടുംബം മുഴുവനും. എൻ്റെ പൊന്നച്ചോ, അച്ഛനൊരു അച്ഛനാണോ അച്ഛൻ? ഈ ബൈബിളൊക്കെ ഓതി പഠിച്ച് ഒക്കെ ഇതാക്കിയിട്ട് വലിയൊരു വൈദികനായിട്ടൊക്കെ ഇരിക്കുന്നത് അച്ഛൻ ഏത് പള്ളിയിൽ അച്ഛോ വൈദികനായത്? അച്ഛൻ്റെ പള്ളി വക ഏതാണ് അച്ഛോ? എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ അച്ഛൻ. അച്ഛൻ ഇത് എപ്പോഴെങ്കിലും അത് കേൾക്കുകയാണെങ്കിൽ ഒരു മറുപടി ഒന്ന് ഇട്ടേരെ അച്ഛോ. ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഹലോ ഹായ് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സ്, ഞാൻ ഇട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എനിക്ക് രൂപപ്പെടുത്തി തരണം. കാരണം എനിക്കറിയണം, എനിക്കറിയാം അനുഭവമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ആരുടെയും വീഡിയോ കണ്ടിട്ടോ അല്ലാതെ വേറൊന്നും കണ്ടിട്ടോ എടുത്തിട്ടതല്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ശരി ഈ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. കാരണം ഇത് എത്തേണ്ടവരിലേക്ക് ഒന്ന് എത്തട്ടെ. കാരണം ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഒന്ന് അറിയുന്നത് നല്ലതല്ലേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ്.